നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗ്രീൻ സാറാണ്. പ്ലസ് ടു സേ എന്ന് പറയുമ്പോൾ സേ പരീക്ഷകൾ ഇത് ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ നിലനിർത്തുന്നു. പല കുട്ടികൾക്കും ഇത് പണിയാകുന്ന ലക്ഷണം കാണുന്നുണ്ട്. എന്തായാലും ആദ്യം തന്നെ തുടക്കം തന്നെ പറയാം, നമുക്ക് ഗ്രൂപ്പുകളെല്ലാം ഇപ്പോഴും എല്ലാ ഗ്രൂപ്പ് റിവിഷൻ ടോപ്പിക്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാ ഗ്രൂപ്പുകളും ഉണ്ട്. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സാപ്പ് നമ്പർ, ഏത് സബ്ജക്റ്റ് ആയാലും, സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഒരു ടെൻഷനും ഇല്ല, പഠിച്ച് ഡബിൾ പാസ് മാർക്ക് മേടിക്കാം. അങ്ങനെ ഒരു ടെൻഷനെ നിങ്ങൾക്ക് വേണ്ട. രണ്ടാമത് എന്താണ് പണിയാകുന്നത്? പല കുട്ടികളും ഇപ്പോഴും വിചാരിക്കുന്നത് പ്ലസ് ടു ഞങ്ങൾ ജയിച്ചു, പ്ലസ് വൺ ഞങ്ങൾ ഫെയിലായി, പ്ലസ് വൺ മാത്രം എഴുതിയെടുത്താൽ മതി. അങ്ങനല്ല. ഈ വട്ടം പ്ലസ് വണ്ണും പ്ലസ് ടു നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. പ്ലസ് ടു നിങ്ങൾ ജയിച്ചെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി, അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. പ്ലസ് വൺ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് വൺ നല്ലപോലെ പഠിച്ച് എഴുതി എടുത്തിരിക്കണം. അന്നേരം രണ്ടുകൂടെ കൂട്ടുമ്പോൾ 36 മാർക്ക് കിട്ടുകയും വേണം. ജയിച്ച വിഷയങ്ങൾ നിങ്ങൾ ഓക്കെ, തോറ്റ വിഷയങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. പറഞ്ഞു വരുന്നത് പ്ലസ് വണ്ണും പ്ലസ് ടു ഏത് വർഷമാണ് പോയെങ്കിലും രണ്ടും നിർബന്ധമായും അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുള്ളത് ഈ വർഷത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പെട്ടതാണ്. അല്ല നിങ്ങൾ ഒരു പരീക്ഷ പോയി എഴുതിയാൽ നിങ്ങൾക്ക് പണി കിട്ടും, മറ്റേ പരീക്ഷ നിങ്ങൾ ആബ്സെന്റ് എന്ന് പറയും, അത് പണിയാണ്. അന്നേരം അത് വളരെ കൃത്യമായിട്ട് വളരെ ബോധമായിട്ട് ചെയ്തോണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പണി കിട്ടും. ഇത് മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കുക. ഒരു തെറ്റിദ്ധാരണ വരരുത്. പ്ലസ് വണ്ണും പ്ലസ് ടു അറ്റൻഡ് ചെയ്തിരിക്കണം. ഒരു 2 കൊല്ലം പോയിട്ടുള്ളവർക്ക് പിന്നെ കുഴപ്പമില്ല, 2 വട്ടം എഴുതാം. ഒരു വട്ടമായിട്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ എഴുതാൻ അത് മാറി. ഈ വർഷത്തെ റൂള് 2026 റൂൾ ഇതാണ്. അതുകൊണ്ടത് ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ ബാച്ച് ചേരാനുള്ളവർക്കെല്ലാം ബാച്ച് ചേരാം. തിങ്കളാഴ്ച പുത്തൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിനകത്ത് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. നല്ലപോലെ പഠിക്കുക, നല്ല ചാൻസാണ്. ഇത്ര ദിവസങ്ങളേ ഉള്ളൂ. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.